ഹലോ എവരി വൺ, നമ്മളിന്ന് മാക് അഡ്രസ്സ് നമ്മുടെ മെഷീൻ്റെ മാക് അഡ്രസ്സ് എങ്ങനെയാണ് സ്പൂഫ് ചെയ്യാന്നുള്ളതിന് സ്റ്റെപ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു യൂണീക്ക് ഐ ഡി ആണ്. ഓരോ ഡിവൈസിൻ്റെ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു യൂണീക്ക് ഐ ഡി ആണ്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്പേഴ്സിലാണ് ഒരു മാക് അഡ്രസ്സ് വരുന്നത്. ഇത് വെച്ചിട്ടാണ് കമ്പ്യൂട്ടേഴ്സും റൗട്ടേഴ്സിനും ഒക്കെ അറിയാൻ പറ്റുക എവിടേക്കാണ് ഡാറ്റ സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ കാലി ലിനക്സിൻ്റെ മാക് അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ട് ifconfig കമാൻഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിസിക്കൽ E0 എന്ന് പറയുന്ന ഈ ഒരു പ്ലേസിലാണ് മാക് അഡ്രസ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഇപ്പോൾ എൻ്റെ കാലി ലിനക്സിൻ്റെ ഈ മെഷീൻ്റെ മാക് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇനി പെർമനൻ്റിൽ അല്ലെങ്കിൽ ടെമ്പററിലി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. മലീഷ്യസ് പർപ്പസിന് അല്ലെങ്കിൽ പെൻ ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമുക്കിത് സ്പൂഫ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ടെമ്പററിൽ ആണ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ഡൗൺ ആക്കണം. ഈ E0 എന്ന് പറയുന്നത് ഡൗൺ ആക്കണം. അതിന് വേണ്ടിയിട്ട് sudo ifconfig E0 ആണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്. ആദ്യം നമ്മളതിനെ ഡൗൺ ആക്കണം. അത് sudo സൂപ്പർ യൂസറായിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഡൗൺ ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ifconfig ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ പോർഷൻ നേരത്തെ ഈ പോർഷൻ E0 ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ഡിസേബിൾ ആയിട്ടുണ്ട്. അഗെയിൻ ഇപ്പോൾ നമ്മളിനി മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന കമാൻഡ് എന്ന് പറയുന്നത് sudo ifconfig അതായത് E0 നെറ്റ്വർക്ക് ഇൻ്റർഫേസിലോട്ട് HW ether ഈ ഒരു ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു എക്സാമ്പിളായിട്ട് 001122334455 എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാക് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഒരു കാര്യം, നമ്മളിത് E0 ഡൗൺ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ ആദ്യം തന്നെ അതിനെ വീണ്ടും അപ്പാക്കി മാറ്റണം. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന മാക് അഡ്രസ്സ് 08 ആയിരുന്നു, അത് മാറിയിട്ട് 001122334455 എന്ന് പറയുന്ന പുതിയ മാക് അഡ്രസ്സിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് പഴയ പോലെ തന്നെ പഴയ മാക് അഡ്രസ്സിലേക്ക് മാറ്റി കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ഓരോ ടൈമിനും നിങ്ങൾക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. sudo യൂസർ എന്താണ്, ifconfig E0, അതുപോലെ HW ether എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക് അഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് HW. പിന്നെ ഇതിന് വീണ്ടും അപ്പാക്കി കൊടുക്കണം. അപ്പോൾ 3 കമാൻഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം മാക് അഡ്രസ്സ് ചെക്ക് ചെയ്യാൻ ifconfig, പിന്നെ ടെമ്പററിലി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ sudo ifconfig. ആദ്യം ഇതിനെ ഇഥർനെറ്റ് E0 ഡൗൺ ആക്കാം, പിന്നെ അത് മാറ്റത്തെ 3 കമാൻഡ്സ് ifconfig, പിന്നെ ഇത് 0 ഡൗൺ ആക്കാം, പിന്നെ E0 HW എൻ്റെ പുതിയ മാക് അഡ്രസ്സ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെമ്പററിലി മാക് അഡ്രസ്സിനെ സ്പൂഫ് ചെയ്യാനായിട്ട് സാധിക്കും.